കോവിഡ് ആയതുകൊണ്ട് ആൾക്കാരിങ്ങനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. പഴുത്ത് നോക്കി എടുക്കട്ടോ. ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ. ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എന്നാ ടേസ്റ്റോടാ ഇത്. എല്ലാവർക്കും ആർ ജെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇതൊരു ഓണം സ്പെഷ്യൽ വ്ളോഗാണ്. ഇവിടെ ന്യൂസിലൻഡിൽ ഇപ്പം ലോക്ക്ഡൗൺ ആണ്. 2 ദിവസം മുമ്പ് ഓക്ലൻഡിൽ ഒരു കോവിഡ് കേസ് ഐഡൻറ്റിഫൈ ചെയ്തതിനെ തുടർന്ന് ഇവിടെ ഇപ്പം ലോക്ക്ഡൗൺ ആണ്. ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണം നല്ലതായിട്ട് ആഘോഷിക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നതാണ്. അതൊന്നും നടക്കത്തില്ല ഇപ്പം. കാരണം നമുക്കിപ്പം അങ്ങനെ ട്രാവൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഓക്ലൻഡ് ലെവൽ 4-ലാണ്. എന്നാലും ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഞങ്ങൾ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും കൂടെ ചെറുതായിട്ടൊരു ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഞങ്ങളെന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്നു. അന്നേരം ഷോപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും പിന്നെ ഓണത്തിൻ്റെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അതെല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആണ്. അന്നേരം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഒരു ലിസ്റ്റൊക്കെ തന്നു വിട്ടിട്ടുണ്ട് സ്നേഹ, നോക്കി മേടിക്കണം. നമ്മുടെ ക്രിസ്റ്റയാണ് വണ്ടി ഓടിക്കുന്നത്. ക്രിസ്റ്റ ആണ് സാറ്. ഇവിടെ ഇപ്പം പിന്നെ കോവിഡ് ആയതുകൊണ്ട് മാസ്ക് ഇട്ടാലേ പറ്റത്തുള്ളൂ. അന്നേരം ഞങ്ങൾ മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്നിവിടെ നല്ല കാലാവസ്ഥയാണ്. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ദിവസമായിരുന്നു അല്ലേ? നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നീ ഇപ്പം മാസ്ക് വെക്കണമെന്നില്ല കേട്ടോ. അവിടെ എത്തിയിട്ട് മാസ്ക് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നില്ലേ? അതോ നീ എന്റെ മോൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്ക് വെച്ചത്? അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ഷോപ്പിൽ എത്തിയേക്കുവാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു ഇന്ത്യൻ ഷോപ്പാണ്. ഇവിടെ ഓരോ സാധനങ്ങളെല്ലാം കിട്ടും. സഫ്രോൺ ഫുഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഇവിടുന്ന് മേടിക്കാനുള്ള എന്തൊക്കെയാ അറിയാം? വൻപയർ മേടിക്കണം, കടല മേടിക്കണം, ഉഴുന്നുപരിപ്പ്, നെയ്യ്, ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് മേടിക്കാറുള്ളത്. നമുക്കിത് കുറച്ച് മതി, കാരണം ഒറ്റ ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് തപ്പി നടന്നേ ഇല കിട്ടി. പ്ലാസ്റ്റിക് ഇലയാണ്. അങ്ങനെ നമ്മൾ പാക്ക് ആൻഡ് സേവ് എത്തിയേക്കുവാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു, അതായത് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. അതുകൊണ്ട് ഇവിടെ ലോങ് ക്യൂ ആണ് ഇപ്പം. കാരണം കോവിഡ് ആയതുകൊണ്ട് ആൾക്കാരിങ്ങനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. പാക്ക് ആൻഡ് സേവിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ക്യൂ ആണ്. ഏകദേശം ഒരു 1.5-3 മണിക്കൂറോളം ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് സാധനം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുന്നില്ല. ഞങ്ങൾ വേറെ പിന്നെ ഇവിടെ അടുത്തൊരു ചൈനീസ് സൂപ്പർ മാർക്കറ്റാണ്, അവിടോട്ട് പോവാണ്. അവിടെ പോയിട്ട് സാധനങ്ങൾ മേടിക്കാം. ഇതാണ് ചൈനീസ് സൂപ്പർ മാർക്കറ്റ്. ഇനി ഇവിടെ കയറി കുറച്ച് സാധനങ്ങളോട് മേടിക്കാം. പഴുത്തണോ? അത് പഴുത്ത് നോക്കി എടുക്കട്ടോ. ബീൻസ് വേണം 2 എണ്ണം. അതിട്ടോ. ബനാന എടുത്തോ. ബനാന എടുത്തോ. അവിടെ നിൽക്കും. ചൈനീസ് സൂപ്പർ മാർക്കറ്റിലെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ ഇനി ഇവിടെ കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. എല്ലാ സാധനങ്ങളും നമുക്ക് ഒരിടത്തുനിന്ന് മേടിക്കാൻ കിട്ടത്തില്ല. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഓണം സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ട് വേറെ പല സാധനങ്ങൾ മേടിക്കേണ്ടതുണ്ട്. ഇനിയിപ്പം ഒരു സ്ഥലത്തും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓണത്തിനേക്കുള്ള എല്ലാ സാധനങ്ങളും. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കുവാണ്. ഇവിടെ ചെറിയ ക്യൂ ഉണ്ട്, അധികമൊന്നുമില്ല. നമ്മുടെ പാക്ക് ആൻഡ് സേവ് നേരത്തെ പോകാൻ അത്രയും ക്യൂ ഒന്നുമില്ല. ഇവിടെ കുറച്ചൊരു 3-4 പേര് ഇപ്പോൾ ഉണ്ട്. അവർ കഴിഞ്ഞിട്ടേ കയറാൻ പറ്റത്തുള്ളൂ. കൗണ്ട് ഡൗണിൽ നിന്ന് നമുക്ക് അധികം സാധനങ്ങളൊന്നും മേടിക്കാനില്ല. കുറച്ച് സാധനങ്ങൾ, ഒരു 3-4 ഐറ്റം കൂടെ ഉള്ളൂ. അതുകൂടെ അങ്ങ് മേടിച്ചേക്കാം. ഓണം ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച കണക്ക് വരുന്ന സാധനങ്ങളെല്ലാം കിട്ടി. ഞങ്ങൾക്ക് പ്രധാനമായിട്ടും കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ, മുളക്, മറ്റേതിന് കൊണ്ടാട്ടം കിട്ടി. പിന്നെ ആണെങ്കിൽ ശർക്കര വരട്ടി കിട്ടി. പിന്നെ ആണെങ്കിൽ ചിപ്സ് കിട്ടി. ഇതെല്ലാം ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ചേമ്പ് കിട്ടി, ചേമ്പ്. പിന്നെ പ്രധാനമായിട്ടും ശർക്കര, നമ്മുടെ മറയൂർ ശർക്കര, അതും കിട്ടി.
പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുവിധമുള്ള എല്ലാ വെജിറ്റബിൾസും ഇവിടെ കിട്ടും. ബീൻസ്, കുമ്പളങ്ങ, പിന്നാണെങ്കിൽ നമ്മുടെ ക്യാബേജ്, ഒരുവിധം എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. പിന്നാണെങ്കിൽ മത്തങ്ങ. ഞാൻ ഇതിപ്പോൾ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ഒരുവിധ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നാണെങ്കിൽ ഓണം നമ്മൾ ആഘോഷിക്കുന്ന തിരുവോണത്തിൻ്റെ അന്നാണ്. തിരുവോണം ശനിയാഴ്ചയുടെ അന്നാണ് ആഘോഷിക്കുന്നത്. എത്ര മതിയോടോ? അത് ഞങ്ങളുടെ ഓണസദ്യ റെഡിയാക്കുവാണ്. ഇനിയിപ്പം ഈ പപ്പടം കൂടെ ഒന്ന് പൊള്ളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണസദ്യ സമയം കംപ്ലീറ്റ് ആയി. സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ്. എല്ലാ കറികളും ഉണ്ടാക്കിയ സ്നേഹമാണ്. ഇനിയിപ്പം പപ്പടം പൊള്ളിച്ചാൽ മതി. ഞാൻ വിളിക്കണം. കാരണം ഞങ്ങൾ 4 പേരോട് ചേർന്നാണ് ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വെളിയിലെങ്കിലും പോകാൻ പറ്റത്തില്ല, ഫ്രണ്ട്സിന് ആർക്കും വരാനും പറ്റത്തില്ല. അന്നേരം ഞങ്ങൾ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഇന്നിപ്പം ഏകദേശം എല്ലാം കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. ഇനിയിപ്പോൾ കഴിച്ചാൽ മതി. എടാ ക്രിസ്റ്റോ നമുക്ക് ഈ സാധനങ്ങൾ പിന്നെ ഇലയിലോട്ട് ആക്കിയാലോ, വിളമ്പിയാലോ? വിളമ്പുന്ന രീതി അറിയാമോ നിനക്ക്? എങ്ങനെ ഇല വെച്ചിട്ടുണ്ട് ഇല? എങ്കിൽ ഉപ്പിടാ ആദ്യം അല്ലേ? ഉപ്പ് ഏത് സൈഡിൽ നിന്ന് ഇട്ടുവിടണമെന്ന് അറിയാമോ? ഇടത്തെ സൈഡിൽ കോർണറിൽ ഉപ്പ്, അത് കഴിഞ്ഞിട്ട് കായ വറുത്തത്, അത് കഴിഞ്ഞിട്ട് ശർക്കര ഉരുട്ടി, അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും പുളി, അത് കഴിഞ്ഞിട്ട് ഉള്ളിക്കറി, അത് കഴിഞ്ഞിട്ട് കിച്ചടി, പിന്നെ മറ്റേ പണ്ട് സദ്യക്കൊക്കെ ഞാൻ പിന്നെ പള്ളിയിലൊക്കെ സദ്യക്ക് കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങളെ തള്ളു ഞാനാണ് എല്ലാ കറികളും വയ്ക്കാൻ പഠിപ്പിച്ചുള്ളത്. അടുത്തിടാ ക്രിസ്ത്യ എല്ലാവരും വന്ന് വിളമ്പടാ, വന്ന് വിളമ്പ്. അടുത്ത ചിപ്സ് അല്ലേ? ചിപ്സ് വിളമ്പ് അല്ലേ? ചേച്ചി കഴിഞ്ഞ കൊല്ലം ചേച്ചി എടുത്ത ഗ്ലാസ് ഇല്ലേ ചേച്ചി? അത് നമ്മൾ ശർക്കര വരട്ടി വെക്കുവാണ്. ശർക്കര വരട്ടി മുസ്ലിമിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ ഇന്ത്യൻ ഷോപ്പുകൾ ഇതെല്ലാം അവൈലബിൾ ആണ്. മാസ്റ്റർ ഷെഫ് പായസം എടുക്കണോ? പായസം ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് എടുക്കുക. ഇല നിറഞ്ഞല്ലോ. ഇല നിറയണം. നമ്മളെല്ലാവരും കൂടെ വെച്ച് ഇത് ഇല സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ. നല്ലതുണ്ടെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഇലയിൽ നീ സെപ്പറേറ്റ് വല്ലതും സ്പെഷ്യലായിട്ട് ഇടുന്നുണ്ടോടാ? അവൻ്റെ അല്ലേ? ഈ കറിയെല്ലാം തീർന്നോ? എന്തായാലും നമ്മുടെ എന്താ പറയുക, ലോക്ക്ഡൗൺ ആയിട്ട് നമുക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ലയോ? ഇല്ലയോ? മാങ്ങ, കടുമാങ്ങ, നാരങ്ങ, കടുമാങ്ങ, മാങ്ങ. അതിനകത്ത് 2 വന്നിട്ടുള്ളൂ, ചേച്ചി പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാം വന്നു. അങ്ങനെ ഞങ്ങളുടെ കറികളെല്ലാം വിളമ്പി ലാസ്റ്റിന് ചോറും കൂടെ വിളമ്പുവാണ്. എടാ തൻ്റെ അവിടെ തനിക്ക് കുറച്ച് മതിയോ? ക്രിസ്റ്റോയ്ക്കോ? കുറച്ച് മതി. ആ ഇല എൻ്റെ
അവന്റെ 5 മുന്തിരികളാണ് അവന്റെ ഇല. എനിക്കും ഒരു 1.5 സ്പൂൺ മതിയേ. ഇതൊക്കെ ഭയങ്കര ടാക്റ്റിക്കായിട്ടുള്ള മൂവ്മെൻ്റ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പായസം കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോറ് കുറച്ച് മതി എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ. മൊത്തത്തിൽ 1 2 3 4 5 സോറി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 പപ്പടോടെ കൂട്ടി 20 അല്ലേ? ആ എന്തായാലും ഇത്രയും കറികളുണ്ട്. എനിക്കുണ്ടത് എണ്ണാനൊന്നും വയ്യ. 19 ഐറ്റം കറിയുണ്ട്. 19 ഐറ്റം കറിയുണ്ടല്ലേ? 19 കറിയും 2 ടൈപ്പ് പായസവും പിന്നെ അതുകൂടാണ്ട് ശർക്കര വരട്ടിയും കറികളും. ആദ്യം നമ്മൾ ചോറും പരിപ്പും കൂടെ കഴിക്കുവാണ്. എനിക്കിങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പരിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നീ നല്ല ടേസ്റ്റ് കിട്ടും. പരിപ്പ് കൊള്ളാലടാ. ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം ഓരോന്നോരോന്ന്. ഇത് മധുരക്കറി. മധുരക്കറിയും കൊള്ളാം അല്ലേ? പിന്നെ അടുത്ത നമ്മുടെ ക്യാബേജ് തോരൻ. ക്യാബേജ് തോരനും കൊള്ളാം. അടുത്ത കൂട്ടുകറി. കൂട്ടുകറിയും കൊള്ളാം കേട്ടോ. അടുത്ത ബീട്രൂട്ട് പച്ചടി അല്ലേ? ചോറ് കുറേ കഴിച്ചു കേട്ടോ ക്രിസ്റ്റോ. എല്ലാ കറികളും നന്നായിട്ടുണ്ട്. ബീൻസ് മെഴുക്കുവരട്ടിയതല്ലേ? ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാന്ന് പറയണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കൂട്ടുകറി. കൂട്ടുകറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെ. ദൈവമേ, കൂട്ടുകറിയൊക്കെ ടേസ്റ്റ്. മാമ്പഴപ്പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. മാമ്പഴപ്പുളിശ്ശേരി കൂട്ടി നമ്മുടെ ഇതേത് അറിയാം? ഏതാ? ഈ മഞ്ഞക്കറി. അത് കാളൻ. കാളൻ കഴിച്ചു നോക്കട്ടെ നീ. കാളൻ കൂട്ടുകറി. ഇത് എരിശ്ശേരി. കാളനും കൊള്ളാം. ക്യാബേജ് കൂട്ടിയാ? ക്യാബേജ് കൂട്ടിയാണ്. ഇഞ്ചിക്കറി കൂട്ടിയില്ല. അവിയൽ. ജോണി ഇഷ്ടപ്പെട്ടോ? എല്ലാവരും നല്ല വയറ് നിറച്ച് കഴിക്കുക കേട്ടോ. ഒന്നും നോക്കണ്ട. ഒന്നാമത് ലോക്ക്ഡൗണും കൂടെ ആയതുകൊണ്ട് ഈ എല്ലാ കറിയും ചെറുതായിട്ട് കഴിച്ചു നോക്കും. ടേസ്റ്റ് പിടിക്കട്ടെ. ഒരു മുളക് ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഒരു ഉപ്പും അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി ഇട്ട് പക്ഷെ ഒത്തിരി കഴിക്കില്ല. അതൊന്ന് അത് ഇതിനകത്ത് ഇട്ടോട്ടോ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് ഒരു നഷ്ടമായി പോകാൻ സദ്യ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതാണല്ലോ എൻ്റെ ഒരു എല്ലാത്തിൻ്റെ ഇത്. ക്രിസ്മസ് ആയാലും ഓണമായാലും ഒരുമിച്ച് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെ. പായസം കഴിക്കാൻ പറ്റില്ലേ ക്രിസ്മസിന്? വയറ് പറഞ്ഞു അത്രയ്ക്ക് പോടാ. കറി ഇഷ്ടമില്ല കേട്ടോ. ഞാൻ കറിയെല്ലാം ഫിനിഷ് ചെയ്ത് ഓർമ്മ വയറ് നിറയ്ക്കരുത് കേട്ടോ. അവസാനം പ്രഥമനും പഴവും കൂടെ കുറച്ചൊരു പിടിയുണ്ട്. അത് ഞാൻ കഷ്ടപ്പെടും. അതാണ് പിടി. നമ്മുടെ ലാസ്റ്റ് പായസം. 2 തരം പായസങ്ങളുണ്ട്. അതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓണസദ്യ കംപ്ലീറ്റ് ആവുകയാണ്. ഇത് പ്രഥമൻ. ഒഴിച്ചോ. എന്നാ ടേസ്റ്റാണ് ഇത്. ഇച്ചിരി വിട്ടോ ഒഴിച്ചോ. പ്രഥമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മതി. വയറും നിറഞ്ഞ മനസ്സും നിറഞ്ഞു. ഇത് നമ്മുടെ സേമിയ പായസം. അങ്ങനെ ഓണസദ്യ കഴിഞ്ഞു. വയറ് ഫുള്ളായിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇണ്ടിക്കാൻ പോലും വയ്യ. ഇനിയിപ്പം എല്ലാം നടക്കാം. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ഓണം അവസാനിച്ചിരിക്കുകയാണ്.
ഞങ്ങളുടെ ഈ ചാനലും ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നല്ലൊരു മറക്കാനാവാത്ത ഒരു ഓണമായിരുന്നു. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.